ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു കണ്ടന്റ് വിത്ത് കാർസ്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ടാറ്റ കർവ് EV ആണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഐ ബീൻ ലിവിങ് വിത്ത് ദിസ് കാർ. ഇത് ഡെയിലി ഓടിക്കാൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഹൗ പ്രാക്ടിക്കലിറ്റീസ്, അതുപോലെ വാട്ട് ഈസ് ദ റണ്ണിങ് കോസ്റ്റ്, നമുക്ക് ചാർജിങ് എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഐ ബോറോഡ് ദിസ് കാർ ഫ്രം ലെക്സോൺ ടാറ്റ. ഇവിടുത്തെ ടാറ്റയുടെ ഡീലറാണ്. ഇത് അവരുടെ തന്നെ പേഴ്സണൽ വണ്ടിയാണ്, അവരുടെ മാനേജിംഗ് ഡയറക്ടർ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ഹി കൈൻഡ്ലി ലെറ്റ് us borrow it. നമ്മൾ സാധാരണ ഒരു മീഡിയ ഡ്രൈവിന് പോയിട്ട് ഏതാനും മണിക്കൂറുകളോ അല്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഒരു വണ്ടി ഓടിക്കുന്ന പോലെയല്ല. വെൻ യു ലിവ് വിത്ത് എ കാർ എ ലോട്ട് ഓഫ് യുവർ പെർസെപ്ഷൻ ക്യാൻ ചേഞ്ച്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ടു കണ്ടന്റ് വിത്ത് കാർസ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് അഡ്രസ് ദ എലിഫന്റ് ഇൻ ദ റൂം. ഈ ഒരു യെല്ലോ കളറിനെ കുറിച്ച് പറയാം. ഇതൊരു സ്റ്റാൻഡേർഡ് കളറല്ല, കർവ് EVക്ക് ഈ ഒരു കളർ വരുന്നില്ല. ദിസ് ഹാസ് ബീൻ ഡൺ ബൈ ഓട്ടോസ്റ്റാർക്ക്. ലെക്സോൺ ടാറ്റയുടെ തന്നെ ഒരു സിസ്റ്റർ കൺസേൺ ആണ്, ദേ ഡു ഓൾ സോർട്സ് ഓഫ് കസ്റ്റമൈസേഷൻ. അപ്പോൾ അങ്ങനെ അവർ ഇൻറ്റീരിയേഴ്സും എക്സ്റ്റീരിയേഴ്സും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡു അപ്പ് ചെയ്തൊരു വണ്ടിയാണ്. എനിക്ക് ഇനീഷ്യലി ഇത് കൊണ്ടെടുക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു, കാരണം ഇറ്റ്സ് എ ലിറ്റിൽ ടു ലൗഡ് ഫോർ മൈ ലൈക്കിങ്. ഇത്രയും ബ്രൈറ്റ് കളർ ആയതുകൊണ്ട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ കുറേ സ്ഥലത്തൊക്കെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് പീപ്പിൾ കീപ് കോളിങ്, അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങി വിളിക്കാറുണ്ട്. അപ്പോൾ അത് ഒരു ഇത്തിരി ഒരു ചെറിയൊരു മടി തോന്നിയിരുന്നു. പക്ഷേ നൗ ഐ എം യൂസ് ടു ഇറ്റ്. പിന്നെ ടാറ്റ എന്നും ആ ഒരു യെല്ലോ എംബ്രേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിയറയിൽ വലിയ കാര്യമായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന കളർ തന്നെ യെല്ലോ ആണ്. അതുപോലെ തന്നെ ടിയാഗോയിൽ ഐ തിങ്ക് ദേ ഹാഡ് എ യെല്ലോ. നാനോ ഓൾവേസ് ഹാഡ് എ യെല്ലോ. ഒറിജിനലി ഇറങ്ങുന്ന സമയത്ത് ദാറ്റ് വാസ് ദ ലീഡ് കളർ. അപ്പോൾ അങ്ങനെ യെല്ലോ ഹാസ് ബീൻ പാർട്ട് ഓഫ് ദാറ്റ്. ആ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ടൊക്കെ ടാറ്റ എപ്പോഴും കീപ്പ് ചെയ്തിട്ടുള്ളൊരു കളറാണ്, വളരെ ഇന്ത്യൻ ആയിട്ടുള്ളൊരു കളറാണ്. ഈ ഒരു വണ്ടിയുടെ ഷെയ്ഡ് ഇറ്റ്സ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. ഇതൊരു ലാംബോർഗിനി ഉറൂസ് യെല്ലോ ആണ്. അതിൽ യൂസ് ചെയ്തേക്കണ ആ സെയിം യെല്ലോ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഇൻറ്റീരിയേഴ്സിൽ നമുക്ക് ആ ഒരു ഉറൂസ് ഇൻസ്പിറേഷൻ കാണാൻ പറ്റും. സീറ്റ്സിനൊക്കെ ആ ഒരു ഉറൂസിൻ്റെ പോലത്തെ ഒരു പാറ്റേണിലൊക്കെ തന്നെയാണ് ഇതിൽ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തേക്കുന്നത്. സെയിം തിങ് ഡോർ പാഡ്സുമിലും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹെഡ് റെസ്റ്റുമൊക്കെ ലെക്സോണിൻ്റെ ലോഗോ അവർ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. അതുപോലെ സീറ്റ് ബെൽറ്റ്സ് ആർ ഓൾസോ യെല്ലോ. ഡിഫറെൻറ്റ് ഷെയ്ഡ് ഓഫ് യെല്ലോ. ആക്ച്വലി പുറത്തുള്ള സെയിം യെല്ലോ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഇറ്റ്സ് എ ലൈറ്റർ ഷെയ്ഡ്. ഇൻഫാക്ട് ഈ യെല്ലോ എന്ന് പറയുന്ന കളർ തന്നെ കറക്റ്റായി കിട്ടാൻ വലിയ പാടാണ്. നമ്മളത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ ടോട്ടലി ഡിഫറെൻറ്റ് യെല്ലോ. റെഡ് കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് എ സോർട്ട് ഓഫ് ഓറഞ്ച്. അതുപോലെ കുറച്ച് ബ്ലൂ എങ്ങാനും അറിയാണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിക്കം സോർട്ട് ഓഫ് ഗ്രീനിഷ്, അല്ലെങ്കിൽ കുറച്ചൊരു ഫ്ലൂറസെൻ്റ് പോലത്തെ ഒരു കളർ വരും. പക്ഷേ ഈ ഒരു വണ്ടിയുടെ കേസിൽ ദിസ് ഇസ് ദ ലാംബോർഗിനി ജിയാല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു യെല്ലോ മാറിപ്പോണ്ട കാര്യമില്ല. അഗെയിൻ ഇറ്റ് ജസ്റ്റ് ലുക്സ് റൈറ്റ്. നമ്മൾ എവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും അതൊരു ഫോട്ടോയ്ക്കുള്ള പോലത്തെ ഒരു ഇതാണ്. എല്ലാ കളറുമായിട്ട് നല്ല കോൺട്രാസ്റ്റ് ആണ്. സോ ഇറ്റ് റിയലി സ്റ്റാൻഡ്സ് ഔട്ട് ഇൻ എവറി ഫോട്ടോ. എനിക്ക് ഈ കർവിൻ്റെ ഷേപ്പിനോട് ഇപ്പോഴും ഒരു മിക്സഡ് ഒപ്പീനിയനാണ്. എനിക്ക് ജനറലി കൂപ്പേ SUVകൾ ഇഷ്ടമല്ല, പക്ഷേ ഐ വാസ് സംഹൗ ഓക്കെ വിത്ത് ദാറ്റ്. ശരിക്കും ഒരു കൂപ്പേ SUV പുൾ ഓഫ് ചെയ്യാനുള്ള ലെങ്ത് ഇല്ല ഈ വണ്ടിക്ക്. അതുകൊണ്ട് കുറച്ചൊരു ബൾബസ് ആയിട്ടുള്ള പോലത്തെ ഒരു ഷേപ്പായിട്ട് നമുക്ക് തോന്നും. പക്ഷേ എന്നാലും യു ഹാവ് ടു റിയലി ഗിവ് ഇറ്റ് ടു ടാറ്റ. അവർ ട്രൈ ചെയ്തു. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ ക്രെറ്റ സെൽറ്റോസ് ഒക്കെ പോലെ ഒരു സാധാരണ ഒരു 2 ബോക്സ് SUV എല്ലാവരും ഉണ്ടാക്കിയത്. ദേ ട്രൈഡ് എ ഡിഫറെൻറ്റ് ഷേപ്പ്. നെക്സോണിൽ നിന്ന് ഒരു ഡെറിവേറ്റീവ് എന്നുള്ള രീതിയിൽ ദേ സംഹൗ ഗോട്ട് ഇറ്റ് റൈറ്റ്. കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ കഷ്ടകാലം എന്ന് പറയണ പോലെ ഈ വണ്ടി ഇറങ്ങി ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും മഹീന്ദ്ര BE6ഉം XCV9 ലോഞ്ച് ചെയ്ത്. ആൻഡ് ആ രണ്ട് വണ്ടികളും ദേ ഓഫേർഡ് സോ മച്ച് മോർ ദാൻ ദിസ് കാർ. ഇതിനേലും സൈസുള്ള വണ്ടികൾ 100 കിലോമീറ്റർ കൂടുതൽ റേഞ്ച് കിട്ടും, 100 bhp കൂടുതലുണ്ട്, റിയർ വീൽ ഡ്രൈവ് ആണ്. ദേ ഓഫേർഡ് സോ മച്ച് മോർ എക്യുപ്മെൻറ്റ് ഫോർ നോട്ട് സോ മച്ച് മോർ മണി. അപ്പോൾ കാരണം ആൾക്കാർ മുഴുവൻ നേരെ അതിലോട്ട് പോയി. ഈ ഒരു വണ്ടി ഇറങ്ങിയതും ഇത് ഡെഡ് ഓൺ അറൈവൽ പോലെയാണ് നമുക്ക് തോന്നിയത്. പലപ്പോഴും ഷോറൂമിൽ എത്തുമ്പോഴത്തേക്കും തന്നെ നമ്മൾ വിചാരിച്ചത് എന്തിനിത് എന്നുള്ള രീതിയിൽ. മഹീന്ദ്രയ്ക്ക് അപ്പുറത്ത് ഇതിനേലും ബെറ്റർ ഓപ്ഷൻസ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇറ്റ്സ് ഓൾ ദ തണ്ടർ ഫ്രം ദ കർവ് EV. ഇതിനേലും കഷ്ടമാണ് ക്രെറ്റ EVയുടെ കാര്യം. ഇത് പിന്നെ പുതിയൊരു വണ്ടിയാണ്, ഈ ഒരു ഷേപ്പൊക്കെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യാത്തതാണെന്ന് വിചാരിക്കാം. ക്രെറ്റയ്ക്ക് എന്തിൻ്റെ കുഴപ്പമായിരുന്നു, കാരണം ഓൾറെഡി നല്ല രീതിയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന വണ്ടി, സെഗ്മെൻറ്റിലെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി. അത് പക്ഷേ അതിൻ്റെ ഇലക്ട്രിക് ഇറങ്ങിയപ്പോൾ ആർക്കും വേണ്ട. ദോസ് മഹീന്ദ്രാസ് വേർ ഓൺ എ ഡിഫറെൻറ്റ് ലെവൽ. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ടാറ്റ ഡിഡ് ദ നെക്സ്റ്റ് ബെസ്റ്റ് തിങ്. അവർ ഈ വണ്ടിയുമ്പോൾ നല്ലൊരു പ്രൈസ് കട്ട് അനൗൺസ് ചെയ്തു. ഇറ്റ്സ് റൈറ്റ് നൗ ഇൻ ദ ഫോം ഓഫ് ഡിസ്കൗണ്ട്സ്. ഒരു 3 ലക്ഷത്തിൻ്റെ അടുത്ത് ഡിസ്കൗണ്ട് ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഇറ്റ് വിൽ സൂൺ ബി ലൈക്ക് എ പ്രോപ്പർ പ്രൈസ് കട്ട്. ഒരു 2.5 lakhs ചിലപ്പോൾ ഒരു പ്രൈസ് റിവിഷനായിട്ട് ചിലപ്പോൾ കൊണ്ടുവരും. അങ്ങനെ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കറണ്ട് പ്രൈസിലോ ദിസ് ഈസ് എ വെരി ഗുഡ് ഡീൽ. ഇപ്പോൾ ഒരു അണ്ടർ 20 lakhs നമുക്ക് ഈ ഒരു വണ്ടി വാങ്ങാൻ പറ്റും. ഇപ്പോൾ അത് കാരണം നല്ലോണം വണ്ടികൾ വിൽക്കുന്നുണ്ട്. കുറേയധികം വണ്ടികൾ നമ്മൾ റോഡിൽ കാണുന്നുണ്ട്. ഇപ്പോൾ അതാ ഒരെണ്ണം സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ടാറ്റയുടെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി ഇപ്പോൾ നെക്സോൺ EV ആയിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ മാസീവ് അപ്ഗ്രേഡ്. കുറേ കൂടി ലെങ്ത് കൂടുതലുണ്ട്, വിഡ്ത്ത് കൂടുതലുണ്ട്. റൂഫിൻ്റെ ഹൈറ്റ് ഒരു ഇത്തിരി കുറവാണ്, കാരണം ആ ഒരു കൂപ്പേ റൂഫ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് മച്ച് ബിഗർ. വീൽ ബേസ് ഒരു 62 mm കൂടുതലുണ്ട്. സോ യു ഗെറ്റ് അഡീഷണൽ ലെഗ് റൂം ബാക്ക് സീറ്റിൽ നോക്കുകയാണെങ്കിൽ.
യു ഗെറ്റ് അബൌട്ട് 500 liters ഓഫ് ബൂട്ട് സ്പേസ്. അത് കൂടാണ്ട് നമുക്കൊരു 11.5 liter ഫ്രണ്ട് സ്പേസും ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. യു ക്യാൻ സ്റ്റോർ യുവർ ചാർജർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. ഉള്ളിൽ വന്നാലും ആവശ്യത്തിനുള്ള പ്രാക്ടിക്കൽ സ്പേസുകളൊക്കെ ഉണ്ട്. ഡോർ പോക്കറ്റ്സ് ഒക്കെ വളരെ വലുതാണ്, നമുക്ക് കുറേയധികം സാധനങ്ങളൊക്കെ അതിൽ വെക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും വലിയൊരു ഓവർ സൈറ്റ് എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഉള്ളിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടില്ല സെൻട്രൽ കൺസോളിൽ. ഇപ്പോൾ നമ്മളൊരു ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെക്കാൻ പറ്റിയൊരു സ്ഥലമില്ല, ഡോർ പോക്കറ്റ്സിൽ വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ എങ്ങും വേറൊരു സ്പേസ് ഒന്നുമില്ല. വല്ല കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ ആണെങ്കിൽ അതിൽ നിന്ന് കണ്ടൻസേഷൻ കാരണം ഡ്രിപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ കൈ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ വയർലെസ് ചാർജറിൻ്റെ മുകളിലാണ് ആ വെള്ളമൊക്കെ വീഴുന്നത്, വിച്ച് ഈസ് എ ലിറ്റിൽ അനോയിങ്. നമുക്കത് എപ്പോഴും ഒരു വിഷമം തോന്നും. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഓവർ സൈറ്റ് ആണ്. ഈ ഒരു ഡ്രൈവ് മോഡ് സെലക്ടറായിട്ട് ഇവിടെ ഇത്രയും വലിയൊരു നോബ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, അതിന് പകരം വല്ല ടോഗിൾ ബട്ടൺ കൊടുക്കേണ്ട കാര്യമുള്ളായിരുന്നു. പകരം ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിരുന്നെങ്കിൽ ഇതിലും യൂസ്ഫുൾ ആയേനെ. സ്പീക്കിംഗ് ഓഫ് ഡ്രൈവ് മോഡ്സ്, എല്ലാ മോഡുകളും തമ്മിൽ കാര്യമായിട്ടുള്ള പെർഫോമൻസ് വ്യത്യാസമുണ്ട്. അതായത് ഓരോ മോഡും ഭയങ്കര ഡിസ്റ്റിങ്റ്റീവ്ലി ഡിഫറൻ്റ് ആയിട്ടാണ് അവർ കാലിബ്രേറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇക്കോയിൽ ഓടിച്ചിറക്കുമ്പോഴും ആവശ്യത്തിനുള്ളൊരു പവറൊക്കെ ഉണ്ട്. നമുക്ക് സിറ്റിയിൽ ഓടിച്ചിറക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. സാധാരണ പല വണ്ടികളും ഇക്കോ മോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡള്ളായിരിക്കും ത്രോൾ റെസ്പോൺസ് ഒക്കെ. ഇതിൽ ഒരുവിധം യൂസബിളൊക്കെയാണ്. നമ്മൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്ത് ഐ തിങ്ക് ഇക്കോയിൽ ഇട്ട് കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. സിറ്റി ആണ് കുറച്ചും കൂടിയും ഒരു റെസ്പോൺസീവ് ഫീൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാവുന്നൊരു മോഡ്. സ്പോർട്ടിൽ വൺ റെസ്പോൺസീവ് ആണ്. ചില സമയത്ത് നമ്മൾ സ്പോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ചിലപ്പോൾ വീൽ സ്പിന്നൊക്കെ അടിക്കും നമ്മൾ വിചാരിക്കാത്ത ഭാഗങ്ങളിലൊക്കെ. 0 to 100 ഐ തിങ്ക് ടാറ്റ കോട്ട് ചെയ്തേക്കുന്നത് 8.5 seconds അടുത്താണ്, വിച്ച് ഈസ് ആഡിക്വേറ്റ്ലി ഫാസ്റ്റ് ഫോർ എ കാർ ലൈക്ക് ദിസ്. നമ്മൾ ഡ്രൈവ് മോഡ് മാറ്റണമൊക്കെ ഇതിൽ എഴുതി കാണിക്കും. അത് കൂടാണ്ട് മൈക്കിൽ കൂടെ വിളിച്ചു പറയും. Economy drive mode activated. Sport drive mode activated. ഈ ഇങ്ങനെ അനൗൺസ് ചെയ്യണത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആസ്റ്റൺ ആണ്. അവനിപ്പോൾ നമ്മളോട് വർത്തമാനം പറയണതും ഈ ഒരു രീതിയിലാണ്. രാത്രി ഉറങ്ങാനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പ്ലേയിങ് മോഡ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞിരുന്ന് കളിക്കുന്നതാണ്. കുളിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ പറയും സ്ലീപ്പിംഗ് മോഡ് ആക്ടിവേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തരത്തിലും ഓരോ എക്സ്ക്യൂസ് പറയണത് ഇപ്പോൾ ടാറ്റ പറയണ രീതിയിലാണ്. ഓക്കെ, നമുക്കിനി റേഞ്ചിനെ കുറിച്ച് പറയാം. ടാറ്റ ഇതിന് ക്ലെയിം ചെയ്യണ 585 kilometers ആണ്. അത് MIDC ആണ്, നമുക്കൊരിക്കലും കിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അവരൊരു C75 ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഫിഗറും കൂടിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് വാട്ട് 75% ഓഫ് യൂസേഴ്സ് വിൽ ഗെറ്റ്. അതായത് ആൾക്കാരുടെ ലോഡ്, ഉപയോഗ രീതി, അതുപോലെ ടെറൈൻ, ആംബിയൻ ടെമ്പറേച്ചർ, ഇതെല്ലാം വെച്ചിട്ട് ഒരു 75% ഇന്ത്യക്കാർക്കും കിട്ടുമെന്ന് പറയുന്ന ഒരു ഡാറ്റ ഫിഗറും കൂടിയും ടാറ്റ എല്ലാ വണ്ടിയുടെയും കൂടെ പറയുന്നുണ്ട്. അതൊരു 400-420 ഇടയിലാണ്. എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നതും ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെയാണ്. ഒരു 415-430 ഇടയിലാണ് പലപ്പോഴും കിട്ടിയിരുന്നത്. അപ്പോൾ അതായത് നമുക്ക് C75 ഡാറ്റ എന്നുള്ളത് വളരെയധികം ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം വീട്ടിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു 400 രൂപയുടെ കറണ്ട് വേണം ഒരു ഫുൾ ചാർജ് ആക്കാൻ വേണ്ടിയിട്ട്, വിച്ച് ഈസ് സ്റ്റിൽ ഓക്കെ. നമുക്കൊരു കിലോമീറ്ററിനപ്പോൾ ₹1 ജസ്റ്റ് മുകളിലാണ് നമുക്ക് റണ്ണിങ് കോസ്റ്റ് വരുന്നത്, മെയിൻ്റനൻസും ബാക്കി ടയറിൻ്റെ കോസ്റ്റും ബാക്കി ഒന്നും കൂട്ടാണ്ട്. ഇതിന് 55 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. അതുകൊണ്ട് പവർ ഔട്ട്പുട്ടും കൂടുതലുണ്ട്. 167 bhp ഉണ്ട്. ടോർക്ക് ഈസ് അറൗണ്ട് 215 Nm. വണ്ടിയുടെ സ്പെക്കും അതുപോലെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മെയിൻ റിവ്യൂ കാണുക. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. യു ഹാവ് അപ് ടു 70 kW DC സപ്പോർട്ട്. നമ്മുടെ നെക്സോണിന് ഐ തിങ്ക് ഇറ്റ് ടോപ്സ് അപ്പ് അറൗണ്ട് 50. അപ്പോൾ അതുകൊണ്ട് നെക്സോണിൽ ഫാസ്റ്റായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. കുറച്ച് സമയം 70 നിൽക്കണമെന്നുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും സ്പീഡ്സ് പതുക്കെ ഡ്രോപ്പ് ആവുന്നുണ്ട്. ഞാൻ വീട്ടിലാണ് ചാർജ് ചെയ്യണത്. വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ ഇറ്റ് ടേക്സ് ദ ഹോൾ നൈറ്റ്. ഒരു 1.2-1.3 kW 15 ആംപിയർ പ്ലഗ് ചെയ്യുന്ന ചാർജ് ആവണത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഒരിക്കലും ഫുള്ളായിട്ട് ട്രെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗിലേക്ക് അത് ടോപ്പ് ആയിട്ടുണ്ടാവും. 7-8 hours കൊണ്ടൊക്കെ ഒരു 60-70% ഒക്കെ ചാർജ് കയറുന്നുണ്ട്, വിച്ച് ഇസ് റിയലി ഫൈൻ. ചാർജിങ്ങിൻ്റെ സമയത്തുള്ളൊരു അനോയിങ് സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ഓരോ തവണയും നമ്മൾ വണ്ടി ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഗൺ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ആദ്യം അൺലോക്ക് ചെയ്യണം. എന്നിട്ട് അകത്ത് വന്നിട്ട് നമ്മൾ ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യണം. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ഗൺ വേറെ ആരും ഡിസ്കണക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതിനൊരു ലോക്കിംഗ് മെക്കാനിസം കൊടുത്തേക്കുന്നത്. പക്ഷേ വെൻ യു ഹാവ് ദ കീ, നമ്മൾ വണ്ടി അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ വിട്ടുവരേണ്ടതാണ്. ബാക്കി എല്ലാ ബ്രാൻഡ്സും കിയ, ഹ്യുണ്ടൈ, MG ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ വണ്ടി അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗണ്ണും ഡിസ്കണക്റ്റ് ആവും, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിടിക്കാവുന്ന പോലെയാണ്. പക്ഷേ ഈ ഒരു ടാറ്റയിൽ നമ്മൾ വണ്ടി അൺലോക്ക് ചെയ്തിട്ട് അകത്ത് വന്നിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ അത് വിടുകയുള്ളൂ. അതൊക്കെ ഇനി ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വേറൊരു സംഭവം ഇതിൻ്റെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ആണ്. ദേ ഹാവ് എ മൈൻഡ് ഓഫ് ദെയർ ഓൺ. ആ ഫുൾ സെഗ്മെൻറ്റ് പലപ്പോഴും കത്തൂല. ചിലപ്പോൾ നോക്കുമ്പോൾ ഒരു സൈഡ് കത്തുന്നുണ്ടാവില്ല. ഇന്ന് രാവിലെ എടുത്തപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ചിലപ്പോൾ റണ്ണിങ് ഷോട്ട് എടുക്കുന്ന സമയത്ത് ഒരു സൈഡ് കത്തുന്നുണ്ടായില്ല. പിന്നീട് അത് വീണ്ടും തന്നെ ശരിയായിട്ടുണ്ട്. പവർ സേവിങ്ങിന് വേണ്ടി ചെയ്യണതാണ്. കാരണം 2 DR ഒന്നിച്ച് കത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ എനർജി അതിന് വേണ്ടി സ്പെൻഡ് ആവും. ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. സോ ടാറ്റ ക്ലെവർലി അത് മാത്രം കത്തിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും അതർ ദാൻ ദാറ്റ് ഈ വണ്ടിയിൽ വേറെ ഗ്ലിച്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത്. സാധാരണ ചിലപ്പോൾ നമുക്ക് ഗിയർ സെലക്ടർ വീഴാണ്ടുള്ള ഇഷ്യൂസൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
സംഹൗ കർവ് കുറച്ചും കൂടിയും ആ ഒരു കാര്യത്തിൽ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനീഷ്യലി ഇറങ്ങിയപ്പോൾ കുറേ ക്വാളിറ്റി നിഗിൾസ് ഒക്കെ ഉണ്ടായിരുന്നു, ബിൽഡ് ക്വാളിറ്റി ഒക്കെ നമ്മൾ ക്വസ്റ്റ്യനബിൾ ആയിരുന്നു, പലപ്പോഴും പാനൽ ഗ്യാപ്സ് ഒക്കെ ഇൻകൺസിസ്റ്റൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ഇറ്റ് ഹാസ് ബീൻ സോർട്ടഡ് ടു ആൻ എക്സ്റ്റെൻറ്റ് ബൈ നൗ. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് പലർക്കും പല തരത്തിലാണ്. എനിക്ക് ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്ന പാനൽ ഗ്യാപ്സ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ ഓവറോൾ ആ ഒരു സ്ട്രോങ് ആയിട്ട് തോന്നുന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് കാർ ഹാസ് ഗുഡ് ബിൽഡ് ക്വാളിറ്റി. ടാറ്റ വണ്ടി ഉണ്ടാക്കണതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. സാധാരണ കാറുകളിൽ കാണാത്ത പോലത്തെ കുറേ വെൽ പോയിന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ രണ്ട് പാനൽസ് തമ്മിൽ ജോയിൻ ചെയ്യണ രീതി കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. പ്ലാസ്റ്റിക് ട്രിംസ് ഫിറ്റ് ചെയ്യുന്ന ക്ലിപ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു എ പില്ലർ, സാധാരണ വണ്ടികളിലൊക്കെ ഇതൊരു ക്ലിപ്പ് ഓൺ പാർട്ടാണ് ഈ ഒരു എ പില്ലറിൻ്റെ ട്രിം. പക്ഷേ ഈ ഒരു വണ്ടിയിൽ ടാറ്റ തീരുമാനിച്ചു നമുക്കിത് നല്ലോണം സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്ക്രൂ ചെയ്യാം എന്നുള്ളത്. കുഴപ്പം എന്ന് പറയുന്നത് സ്ക്രൂ ഇങ്ങനെ വിസിബിൾ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി കുറവ് തോന്നും. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയും ഹിഡൻ ആയിട്ട് വെക്കണം. അതിന് അവർ കണ്ടുപിടിച്ച സൊല്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിന് സ്ക്രൂ വെക്കാൻ വേണ്ടി മാത്രം ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റിസർച്ച്ഡ് ആയിട്ടൊരു ഏരിയ കൊടുത്തു. ആ സ്ക്രൂ വന്നിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനത്തെ ഒരു ട്രിം കൊടുത്തേക്കുന്നത്. അത് ബ്ലാങ്ക് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവും. അവിടെ ഒരു ട്രിം വെറുതെ ഒരു പീസിരിക്കുമ്പോൾ ഒരു സംശയം തോന്നും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്ത് അതുമ്മ എയർ ബാഗ് എന്ന് എഴുതി വെച്ച്. ശരിക്കും എയർ ബാഗ് ഇരിക്കുന്നത് ഇതിൻ്റെ ബാക്കിലാണ്. പക്ഷേ ഇങ്ങനൊരു രീതിയിൽ വെക്കുമ്പോൾ നമ്മൾ പിന്നെ വേറെ ഡൗട്ടൊന്നും തോന്നില്ല. ഒരു തരത്തിലൊരു ഡിസപ്ഷനാണ്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊരു ജർമ്മൻ വണ്ടിയിലോ ജാപ്പനീസ് വണ്ടിയിലോ ചൈനീസ് വണ്ടിയിലോ കൊറിയൻ വണ്ടിയിലോ അമേരിക്കൻ വണ്ടിയിലോ ഒന്നും കാണില്ല. ഇതൊക്കെ ജസ്റ്റ് ഒരു ഇന്ത്യൻ വേ ഓഫ് ഡൂയിങ് തിങ്സ് ആണ്. ഈ വണ്ടിയിൽ കുറേയധികം അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ പറയണമെന്നുണ്ട്. പിന്നെ ടാറ്റയും മഹീന്ദ്രനെ ജീവിക്കാൻ വിടില്ല, അവരുടെ ഫാൻ ബോയ്സും നമ്മൾ എടുത്തിട്ടടിക്കും. അതർ ദാൻ ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ സ്മൂത്ത് സെയിലിംഗ് വിത്ത് ദിസ് കാർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കർവ് EV നല്ലൊരു പ്രൊപ്പോസിഷനായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളതും വുഡ് യു കൺസിഡർ ദിസ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.